ഹായ് നമസ്തേ എവരി വൺ. നമുക്ക് കോൺ കഴിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണമുണ്ട് ദൂഷ്യമുണ്ടോ നോക്കാം. കോൺ നമുക്ക് വളരെ കാണാൻ നല്ല ഭംഗിയാണ്, യെല്ലോ ആണ്, വളരെ ഡിലൈറ്റ് ആണ്, ഫൈബർ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, നമുക്ക് സ്വീറ്റാണ്, ക്രഞ്ചിയാണ്, എനർജി പെട്ടെന്ന് കിട്ടും, അതുപോലെ തന്നെ ബോഡിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം? കോണിൽ നമുക്ക് ധാരാളം ഫൈബർ കിട്ടുന്നുണ്ട്, വൈറ്റമിൻ സി കിട്ടുന്നുണ്ട്, വൈറ്റമിൻ 6 കിട്ടുന്നുണ്ട്, നിയാസിൻ കിട്ടുന്നുണ്ട്, മിനറൽസ് കിട്ടും ലൈക്ക് മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ആൻറ്റി ഓക്സിഡൻറ്റ്, കരറ്റോയിഡ്സ് കിട്ടുന്നുണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്, പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും, പ്രോട്ടീൻ കണ്ടൻറ്റ് കൊള്ളാം, മസിൽ ബിൽഡിങ്ങിന് വളരെ നല്ലതാണ്, ഓവറോൾ ബോഡി ഫങ്ഷൻസ് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊഗ്നിറ്റീവ് ഫങ്ഷൻ, ബ്രെയിനിൻ്റെ ഫങ്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ അനീമിയ പോലുള്ളതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അയണിൻ്റെ ഡിഫിഷ്യൻസി കുറയ്ക്കാനായിട്ട്, ബ്ലഡ് സെൽസിന് സഹായം കിട്ടാനായിട്ട്, പിന്നെ ഫൈബർ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഡൈജസ്റ്റീവ് ആണ്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കും, പിന്നെ ഫാസ്റ്റ് എഫിഷ്യൻറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളാണ് നമുക്ക് പൊതുവേ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും. അപ്പം ആൻറ്റി ഓക്സിഡൻറ്റ് വളരെ കൂടുതലുണ്ട്, കൊളസ്ട്രോൾ കുറയുകയാണ് ചെയ്യുന്നത്, ഹാർട്ട് ഡിസീസിന് നല്ലതാണ്, ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുകയാണ്, കുറച്ചുകൂടെ ലോവർ ചെയ്യുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വെയിറ്റ് മാനേജ്മെൻറ്റ് ഇത് ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. കോൺ കഴിച്ചാൽ വെയിറ്റ് കൂടും എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മോഡറേറ്റ് ആയിട്ടാണ് എല്ലാം കഴിക്കാവുന്നത്. ഓക്കെ, ഒരു കാര്യം ഇപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മൾ ഒത്തിരി കഴിച്ചാലോ. അപ്പോൾ അതിന് പകരം നമുക്കത് മോഡറേറ്റ് ആയിട്ട് കഴിപ്പ് എപ്പോഴും നമ്മൾ മോഡറേറ്റ് ആയിട്ടായിരിക്കണം. അപ്പോൾ ആ മോഡറേറ്റ് ആയിട്ട് കഴിക്കുന്ന എപ്പോഴും നമുക്ക് ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തിന്, നമുക്ക് മസിൽ ഡീജനറേഷനെ തടയാനായിട്ട്, ഐ ഹെൽത്തിന് നല്ലതാണ്, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, UV റേഡിയേഷനെ തടുക്കാനായിട്ട് കൊള്ളാം. പിന്നെ അതിനകത്ത് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്, പ്ലാന്റിൽ നിന്ന് വരുന്ന കെമിക്കൽസാണ് ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുന്നത്. ക്യാൻസർ റിസ്ക്, കോളൻ ക്യാൻസർ റിസ്ക് ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇങ്ങനെയുള്ള പൊതുവെയുള്ള സംഭവങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ പൊതുവേ ഉള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് കോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില ക്രോണിക് ഇൻഫ്ലമേഷൻ റിസ്ക്കൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇതുകൊണ്ട് നമുക്ക് ചെറിയ ദോഷമെന്ന് പറയാനായിട്ട് ഈ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, ബ്ലഡ് ഷുഗർ നമുക്ക് കൂടിപ്പോകും. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വയറ്റിൽ ബ്ലോട്ടിങ് വരാം, ഗ്യാസ് വരാം, ഡയേറിയ വരാം. കോൺ അലർജി ഉള്ള ആൾക്കാരുണ്ട്, അലർജി ഉണ്ട്, ആ ഫുഡൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ദേഹത്ത് സ്വെല്ലിങ്, ഇച്ചിങ്ങും ഒക്കെ വരാം. പിന്നെ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത് GMO, ജെനറ്റിക്കലി മോഡിഫൈഡ് കൊമേഴ്ഷ്യൽ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നൊക്കെ നല്ലപോലെ പരിശോധിച്ച ശേഷം അത് കൾട്ടിവേഷന് വിടാനായിട്ട് സമ്മതിക്കുള്ളൂ. നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കുറേ ആർട്ടിക്കിൾസും ഇങ്ങനത്തെ കുറേ ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കോണിനകത്ത് നമുക്ക് ഹസാഡിയസായിട്ട് വരുന്നത് ഫംഗൽ ഡെവലപ്മെൻറ്റ് വരാം. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, ഫംഗസ് ഇല്ലാത്ത ആണ് നമ്മൾ ഉറപ്പ് വരുത്തണം, വളരെ ഹൈജീനിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ലാർജ് ഡോസേജ് അല്ലെങ്കിൽ കൂടുതൽ അതിനെ എടുക്കുന്നത്. ഏത് ഫുഡും നമ്മൾ ഒരു നേരം, അടുത്ത നേരം, പിന്നെ ഒരു അടുത്ത 100 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. അതിന് പകരം ഫുഡ് നമ്മളെപ്പോഴും മാറ്റി സർക്കുലേഷൻ മാറ്റി കഴിക്കുകയാണ്, ഓൾട്ടർനേറ്റീവ് ഫുഡ് മാറ്റി കഴിക്കുകയാണ്. അപ്പം ആക്ച്വലി നമ്മുടെ ഈ ജനറലി ഉള്ള വൈറ്റമിൻസും മിനറൽസും അല്ലാതെ നമുക്ക് ഒരുപാട് മൈക്രോ മിനറൽസ്, വൈറ്റമിൻസ് വളരെ ചെറിയ അളവിലായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ചില പ്രത്യേക ജീനുകളെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ മൈക്രോ ന്യൂട്രിയൻസ് കാണും. മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് സാധാരണ ഫുഡിലുണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരേ ഫുഡ് ദോശ, അപ്പം ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, ചിക്കൻ, ഇല്ല ഇടയ്ക്ക് ഫിഷ്, ചോറ്. അപ്പോൾ നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് മിസ്സിങ് ആയിട്ട് വരുമ്പോൾ ആ ന്യൂട്രിയൻസിന് അത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചില രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ജീനുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലുള്ള ചേന, ചേമ്പ്, കാച്ചിൽ, ഇങ്ങനെയുള്ള ഒരുപാട് നനകിഴങ്ങ്,
ഇങ്ങനെയുള്ള പല ഐറ്റംസ് ഉണ്ട്. അതൊന്നും ആക്കുക എന്നുള്ളതല്ല, ഓരോ എണ്ണം റൊട്ടേറ്റ് ചെയ്ത് കഴിക്കുന്നത്. അതിനകത്ത് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരുപാട് ഫുഡുകൾ നമുക്ക് അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, ചില ഇലകൾ. ഓക്കെ, അപ്പോൾ ചേമ്പിൻ്റെ താളിന് പോലും പിന്നെ അതിൻ്റേതായ ഇഫക്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചേമ്പും നല്ലതാണ്. പക്ഷെ അത് തന്നെ കഴിക്കുക എന്നുള്ളത്, നമ്മളിപ്പോൾ കഴിക്കുന്ന പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും മിതമായിട്ട് കഴിക്കുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അത് നമ്മുടെ ഫുഡിൽ ഉപയോഗപ്പെടുത്തുക. ഞാനപ്പോൾ ഇനിയും പല യൂട്യൂബിലും ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ചിന്തിക്കുക എന്തിനാണ് ഇയാൾ ഈ ഫുഡ് ഇതൊക്കെ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരേ ഫുഡ് തന്നെ പോകുന്നതിന് പകരം കുറച്ച് വെറൈറ്റി ഫുഡും കൂടെ നമുക്ക് മനസ്സിലാക്കാനും ഇതിനകത്തുള്ള കാര്യങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചാ വിഷയമാകാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിടുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഈ ഫുഡിൽ വളരെ രസകരമായ ഫുഡ്, വിവിധ ഫുഡുകൾ കഴിച്ച് നിങ്ങളുടെ ആരോഗ്യവും ജീനുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.